ശ്രീ എൻ ശ്രീകുമാർ നമുക്കിപ്പം എൻ ശ്രീകുമാർ എപ്പോഴും പേരുദോഷം കേൾപ്പിക്കാറുണ്ട് പല വേദികളും. കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകർ തിക്കിത്തിരക്കുന്നത്, പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഇരിക്കാൻ കസേരയില്ലാതെ വരുന്നത്, അവർ വന്ന് കസേര കിട്ടുമെന്ന് നോക്കി നിൽക്കേണ്ടി വരുന്ന സ്ഥിതി പോസിറ്റീവായി കാണാം. നല്ല മാറ്റമാണ്, അങ്ങനെ ഒരു അച്ചടക്കം ഉണ്ടാകട്ടെ, അതിലൊരു തർക്കവുമല്ല. പക്ഷെ നടപ്പാകുമോ എന്നതാണ്. അല്ല, ഇത് ജനാധിപത്യ കക്ഷികളിൽ സാധാരണ കണ്ടുവരുന്നതാണ്. കോൺഗ്രസിൽ മാത്രമല്ല. ഇപ്പോ മറ്റേ വേറെ ഒരു കക്ഷിയിലെ ഒരു പ്രമുഖന് കസേര ലഭിക്കാതെ വരികയും അദ്ദേഹം പാർട്ടി വിട്ടതൊക്കെ അറിയാമല്ലോ, നമ്മുടെ സന്ദീപ് വാര്യർ. അപ്പൊ അതുകൊണ്ട് അത് ഇതിൽ മാത്രമല്ല, പല പല ജനാധിപത്യ കക്ഷികളിലും അതൊരു എന്താ പറയാ, അങ്ങനെ തുടർന്ന് പോരുന്നു. കാരണം അവിടെ വലിയ അച്ചടക്കത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. പക്ഷേ അങ്ങ് പറഞ്ഞ് സന്ദീപ് വാര്യര് കസേര കിട്ടാതെ പാർട്ടിയിലേക്ക് വന്ന് കോൺഗ്രസിലേക്കാണ്. അപ്പോ കസേര കിട്ടാത്തതുകൊണ്ടാണ് അങ്ങ് പറയുന്നത്. അല്ല, കോൺഗ്രസിലേക്ക് വന്നത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത് ഇത് കോൺഗ്രസിലേക്ക് മാത്രമല്ല, ബി ജെ പിയിലുണ്ട്, ജനാധിപത്യ കക്ഷികളിൽ എല്ലാത്തിലും ഉണ്ട്. ഈ അടുത്ത കാലത്ത് പഴയ പരിപാടികൾ, അവരുടെ വലിയ പരിപാടികളൊക്കെ നോക്കിയാൽ വേദിയിൽ നിറയെ നേതാക്കൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പല പാർട്ടികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ല സ്റ്റെപ്പ് എടുക്കുന്നു, ഒരു അച്ചടക്കം പൊതുവിൽ വേണം എന്ന തോന്നൽ നല്ലത് തന്നെയാണ്. അങ്ങനെ ഒരു പ്രോട്ടോകോൾ, അതും നല്ല നിലയിലൊരു പ്രോട്ടോകോൾ വരുന്നത് നല്ലത് തന്നെയാണ്. പ്രായോഗികമായി നടപ്പാക്കപ്പെടുമോ? അതിനുള്ള തടസ്സം ഉണ്ടാകുമോ? അല്ല, ഇത് നേരത്തെ എടുത്തൊരു തീരുമാനമാണ്. അതായത് ഇതിന് മുമ്പും ഇങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. കാരണം ഇത് കുറെ കാലമായിട്ട് ഇങ്ങനെ ഉന്തും തള്ളും വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ചെറിയ മാറ്റം വരുത്താൻ ശ്രമിച്ചു, പക്ഷെ അത് അത്ര അങ്ങോട്ട് വിജയിച്ചില്ല. ഇതിലിപ്പോ എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞ കോഴിക്കോട് DCCയുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ഷേപങ്ങൾ വന്നപ്പോൾ അതിനുശേഷം പാർട്ടി ഒരു തീരുമാനം എടുത്തിരുന്നു. നിങ്ങളെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ആ തീരുമാനം വന്ന ശേഷം പല DCCകളും അവരുടേതായ രീതിയിൽ ഈ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് അതവർ പാലിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ ഇത് കോൺഗ്രസിന് പാലിക്കാമെന്നൊരു കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ DCCയിൽ ഞാനൊരു പരിപാടി ചെന്നപ്പോൾ അവിടെ വേദിയിൽ 4-5 പേരേ ഉള്ളൂ. സാധാരണയിൽ അങ്ങനെ കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ അത് ഇപ്പൊ തന്നെ പ്രാവർത്തികമായിട്ടുണ്ട്, പ്രായോഗിക തലത്തിൽ വന്നിട്ടുണ്ട്. ഇത് KPCC പ്രസിഡന്റ് സ്ഥാനം എടുക്കുമ്പോൾ ശ്രീ കെ സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സെമി കേഡറായിട്ട് കോൺഗ്രസിനെ മാറ്റുന്നുള്ളത്. അപ്പൊ സെമി കേഡർ എന്നൊക്കെ അന്ന് പലരും പരിഹസിച്ചു. പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും കോൺഗ്രസിന്റെ പഴയ പാരമ്പര്യം ഇല്ല, അതിൽ നിന്ന് വളരെ മാറ്റം വന്നിട്ടുണ്ട്. ഈ നമ്മുടെ ഈ പ്രമുഖ നേതാക്കള് ചാനൽ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പിന്നിൽ വന്ന് നിൽക്കുന്നത്. അത് അവരുടെ ഒരു മുഖം കാണിക്കാനുള്ളൊരു താല്പര്യം മാത്രമാണ്, അല്ലാണ്ട് അതിൽ വേറൊന്നുമില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ അവർ ഉന്തും തള്ളും നടക്കാറുണ്ട്. അതുകൊണ്ടാണ് വിഷയം. അപ്പൊ അങ്ങനെ ഇപ്പോൾ ഒരു പ്രമുഖ നേതാവിന്റെ പിന്നിൽ നിന്ന് മുഖം കാണിച്ച് വളർന്നവരാണ് ഇന്നത്തെ തലമുറ. അത് യാതൊരു മാറ്റവും ഇല്ല. AK ഉണ്ടായിരുന്നു, AK ആന്റണിയൊക്കെ അക്കാലത്ത് AK ആന്റണിക്ക് അത്ര ചെല്ലാറില്ല, ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ലീഡറൊക്കെ ഇങ്ങനെ ചാനലുകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് വ്യക്തികളുണ്ട്, അവരൊക്കെ പിന്നീട് വിജയിന്റെ നേതാക്കളായി. അപ്പൊ ഇതൊക്കെ രസകരമായിട്ട് പോയിരുന്നതാണ്. പക്ഷേ കോഴിക്കോട് സംഭവിച്ച അതല്ല, അതൊരു വളരെ മോശമായ രീതിയിലായിരുന്നേ. ഉന്നത നേതാക്കൾക്കിടയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അത് അവരുടെ കുറ്റമല്ല, അത് അവിടുത്തെ ഒരു സംഘടന കുറിച്ച് പിഴവായിരിക്കും. അതിന്റെ ദൃശ്യമാണ് ഒരുപക്ഷെ കൂടുതൽ കോൺഗ്രസിനെ കളിയാക്കുന്ന തരത്തിലേക്കുള്ള ട്രോളുകൾക്ക് വഴിവെച്ചത്.